നമസ്കാരം. നടൻ ശ്രീനിവാസന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തത്സമയ സംപ്രേഷണവും യൂട്യൂബുകളിലൊക്കെ ഇങ്ങനെ ഇടവിട്ട് റീൽസുകളൊക്കെ ആയിരുന്നല്ലോ. അപ്പോ അതിനെയൊക്കെ സംബന്ധിച്ച് സുപ്രിയ മേനോനും മുരളി തുമ്മാരുകുടിയും ഒക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ചിലതൊക്കെ പറയാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് സുപ്രിയ മേനോന്റെ പ്രതികരണം ഒന്ന് കാണാം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെയാണ് സുപ്രിയ പറഞ്ഞത്. ദുഃഖം എന്നത് തികച്ചും വ്യക്തിപരമായ ഒരു വികാരമാണ്. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗത്തിൽ ശാന്തമായി ഒന്ന് വിലപിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു കുടുംബം ശ്വാസം മുട്ടുന്നത് കാണുന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. എവിടെ നോക്കിയാലും ക്യാമറകളും മൊബൈൽ ഫോണുകളും മാത്രം. കോണുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നവർ, വിലാപയാത്രയിലേക്ക് എത്തുന്ന സിനിമാ താരങ്ങളെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നവർ, എത്തുന്നവരിലാകട്ടെ പലരും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന്റെ വേർപാടിൽ ദുഃഖിക്കുന്നവരാണ്. മരിച്ചുപോയവർക്കും അവർ ബാക്കി വെച്ചു പോയവർക്കും കുറച്ചുകൂടി മര്യാദ നമ്മൾ നൽകേണ്ടതല്ലേ? ജീവിതത്തിന്റെ ഓരോ നിമിഷവും വേറൊരു കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ദുരന്തത്തിന് നടുവിൽ നിൽക്കുന്ന ആ കുടുംബത്തിന്റെ വേദന എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കാനും തിരുത്താനും തയ്യാറാകേണ്ടതല്ലേ? എത്രത്തോളം വാർത്താ പ്രാധാന്യം നൽകണം എന്നതിനൊരു പരിധിയില്ലേ? പ്രിയപ്പെട്ട ഒരാളോട് വിട പറയാൻ ശ്രമിക്കുന്ന തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കാണുന്ന രീതിയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുകയും അന്ത്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് ഇങ്ങനെ തടിച്ചുകൂടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് സുപ്രിയ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സുപ്രിയയുടെ ഈ ഒരു പ്രതികരണം അംഗീകരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന നിലയിൽ കഴിഞ്ഞ 12 വർഷം ഞാൻ പല ചാനലുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരിക്കലും ഞാൻ ഇങ്ങനൊരു പരിപാടിക്ക് പോകില്ലായിരുന്നു. പലപ്പോഴും പലരും ആവശ്യപ്പെട്ടാലും ഒക്കെ ഞാൻ സർ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നു. കാരണം മറ്റുള്ളവർ ഇത്തരം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരിക്കലും കൂട്ട് നിൽക്കില്ല എന്ന് ഞാൻ ഈ ജേർണലിസം പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തീരുമാനമെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വിഷയമൊന്നല്ല, ഇപ്പൊ എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടികൾ മരിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി, ഞാൻ എന്റെ ക്യാമറമാനോടോ അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ ചാനലിലാണ് വർക്ക് ചെയ്തിട്ടുള്ള അവരോടൊക്കെ നമുക്കത് പോയി എടുക്കണം, അത് നമുക്ക് തീരുന്നു വരെ ടെലികാസ്റ്റ് ചെയ്യണം ഒന്നും പറയാറില്ല. കാരണം അതിന് പിന്നിലെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മാർക്ക് റേറ്റ് ഉയർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില മാധ്യമ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണയുള്ളതുകൊണ്ടും അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടൊക്കെയാണ് ഞാൻ അത്തരം പരിപാടികൾക്കൊന്നും നിൽക്കാത്തത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിയോഗം എന്നല്ലാട്ടെ ഏത് സെലിബ്രിറ്റീസിന് എന്ത് സംഭവിച്ചാലും ഇതൊക്കെ തന്നെയാണ്. ഈ ശ്രീനിവാസന്റെ വിഷയം തന്നെ എടുക്കുക. ഞാൻ നോക്കുമ്പോൾ അതായത് ശ്രീനിവാസൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മക്കള് കരയില്ലേ, ഭാര്യ കരയില്ലേ, എന്തിന് സഹപ്രവർത്തകർ കരയില്ലേ? അതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നത് പോലെയാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ കരയുന്നത് കണ്ടു, വിനീത് ശ്രീനിവാസൻ കരയുന്നത് കണ്ടു. എന്ത് രീതിയിലുള്ള ചെറ്റ ഹെഡ്ലൈൻസ് ഒക്കെ വെച്ചാണ് ഇവർ ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ആ മരണത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ ശ്രീനിവാസനോടുള്ള സ്നേഹം കൊണ്ടോ ഒരു മാങ്ങാത്തുലിയും കൊണ്ടൊന്നുമില്ല. പല മാധ്യമങ്ങളും ഒക്കെ ഇവിടുത്തെ റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന പല മാധ്യമങ്ങളും ഒക്കെ പാട്ടിട്ടും BGM ഇട്ടും ഒക്കെ അത് കച്ചവടം ചെയ്യുകയാണ്. ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇടിച്ച് നിൽക്കുകയാണ്. ഇടിച്ച് മാറി നിൽക്ക്, ഞാനൊന്ന് പിടിക്കട്ടെ, എടാ മാറ് നിക്ക്, കിട്ടുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ രീതിയിലുള്ള സംഭവങ്ങളാണ് ചാനലിലെ ക്യാമറമാർ കാണിച്ചു കിട്ടുന്നത്. പോരാതെ അവിടെ റിപ്പോർട്ടർമാർ കാണിച്ചു കിട്ടുന്നത്. അടിപിടിയും കടിപിടിയും കൂടുതലല്ലേ? ഒരാളവിടെ മരിച്ചു കിടക്കുമ്പോൾ അയാൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ വരാൻ പോകുന്ന ആഴ്ചയിൽ മാർക്ക് റേറ്റ് ഉയർത്താൻ പറ്റും എന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ജനങ്ങൾ മുഴുവൻ ഇത് കാണുകയില്ല. ഇതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അവിടെ വരുന്ന ആളുകൾ, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വരുന്ന ആളുകളെ വീഡിയോ എടുക്കൽ മാത്രമല്ല, അതായത് അതിന് ഇടുന്ന ക്യാപ്ഷൻസ് ഒക്കെയാണ് രസം. അതായത് അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇട്ടുകൊണ്ട് വന്നേക്കുന്ന വസ്ത്രം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതായത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വരാനുള്ള അവകാശമില്ലേ? ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് വെച്ച് വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അയാൾ ഇഷ്ടമല്ലേ? അപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ഇരുന്ന് വിധി കൽപ്പിക്കുന്ന, അതുപോലെ തന്നെ ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന കുറെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ പറയാം. ഈ ഇടക്കാലത്ത് ഒരു റിപ്പോർട്ടർ, ഏത് ചാനലിലൊന്നും പറയുന്നില്ല, ഒരു റിപ്പോർട്ടറിനെ ആന ചവിട്ടി കൊന്നിരുന്നല്ലോ. ആന ചവിട്ടി കൊന്ന ശേഷം അയാളുടെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും ഒരാൾ പോയിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്തോ? അവര് അച്ഛൻ കരയുന്നത്, ഭാര്യ കരയുന്നത്, അമ്മ കരയുന്നത് ആരെങ്കിലും കൊടുത്തോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുമ്പോൾ അത് കച്ചവടം ചെയ്യണം. അത് എവിടത്തെ മാധ്യമ പ്രവർത്തനമാണ്? അത് തികച്ചും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് അതിൽ നിന്നൊക്കെ മാറേണ്ടതുണ്ട്. മരണത്തെ ഒന്നും ഒരിക്കലും വിൽപ്പന നടത്താൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്തരം അവിടെ വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ആ യൂട്യൂബേഴ്സിനാണ് ചാട്ടയ്ക്ക് അടിച്ചു ഓടിക്കാൻ വേണ്ടി. അവന്മാര് കേവലം
സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും വ്യൂവേഴ്സിനെ കൂട്ടാനും വേണ്ടിയൊക്കെ ഇവര് ഇപ്പോഴും മറ്റേ നീലക്കുയില്ല മേളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. നാണം തോന്നുന്നില്ലടാ ചോദിച്ചു പോവാണ്, നാണം തോന്നുന്നില്ല, നിനക്കൊക്കെ വല്ല പിച്ചെടുത്ത് ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചു പോവാണ്. അത് മാത്രമല്ല വേറെ പല കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഈ മരണ വീട്ടിൽ നടക്കുന്നത്. കുറെ ആൾക്കാരെ സെൽഫി എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഈ താരങ്ങളെ കാണാനും കണ്ടു സാർ ഒരു സെൽഫി എങ്ങനെ തോന്നണ്ട അങ്ങനെയൊക്കെ ചോദിക്കാൻ. അപ്പൊ ഇങ്ങനെ കുറെ വിഭാഗം ആളുകൾ, അവരെ മനുഷ്യരെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഇങ്ങനെ കുറെ കഴുകന്മാരും മരണം സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ വരും, ഞങ്ങളും നിങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരാൾക്കൊപ്പവും അല്ല, ഇവരുടെ ചാനലിന്റെ രാഷ്ട്രീയത്തിനും റേറ്റിംഗ് ഉയർത്താനുള്ള ആ ഓട്ടത്തിനും ഒപ്പം മാത്രമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇനി മുരളി തുമ്മാരുകൂടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുകൂടി ഞാനൊന്ന് വായിക്കാം. അതും വായിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഈ സുപ്രിയയുടെ ആ ഒരു പ്രതികരണം എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, മരണ വീട്ടിലെ സെൽഫി. സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ അവരുടെ വീട്ടിലെത്തുന്ന മറ്റ് സെലിബ്രിറ്റികളുടെ ചുറ്റും മാധ്യമങ്ങൾ കൂടുന്നതും അവർക്ക് സ്വകാര്യമായ അവരുടെ ദുഃഖം ആചരിക്കാനുള്ള അവസരം ഇല്ലാതാകുന്നതുമായ മോശമായ പ്രവണതയെ പറ്റി ഒരിക്കൽ എഴുതിയിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം മാറി അതിനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ശരിയെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കേരളത്തിലുണ്ടായ പല മരണങ്ങളിലും മാധ്യമങ്ങൾ കൂടുതൽ ഔചിത്യം പാലിച്ചതായി കണ്ടു. സന്തോഷം. എന്നാൽ വീണ്ടും ഈ സാഹചര്യം ഇപ്പോൾ 100 ഇരട്ടിയായി നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നു. മരണ വീട്ടിൽ ദുഃഖം പങ്കുവെക്കാനായി സെലിബ്രിറ്റികൾ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ വരുമ്പോൾ അവർ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നത് മുതൽ ക്യാമറയുമായി പിന്നാലെ കൂടി വീഡിയോകളും സെൽഫികളും എടുക്കുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. സാഹചര്യത്തിന്റെ ഔചിത്യം കൊണ്ടാണ് അവർ രണ്ട് പൊട്ടിക്കാത്തത്. പക്ഷേ സെൽഫിക്കാർക്കും അല്പം ഔചിത്യമൊക്കെ ആകാം. മരണ വീടൊക്കെ അല്ലേ? സുപ്രിയ മേനോൻ പറഞ്ഞത് 100% ശരിയാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ സെൽഫി എടുക്കാൻ വരുന്ന ആളുകൾ മാത്രമല്ലേ. അതായത് ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണത്തില് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അടിച്ചിങ്ങനെ വെക്കുകയാണ്. അതായത് ഇന്നലെ ഞാൻ കണ്ടതാണ്, ധ്യാൻ ശ്രീനിവാസൻ, ഈ ശ്രീനിവാസന്റെ ഭാര്യ, അതായത് ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയുടെ കൈ ഇതെങ്ങനെ പിടിച്ചേക്കുകയാണ്. കൈ വിടാതെ ധ്യാൻ ശ്രീനിവാസൻ അമ്മയെ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ മാർക്കറ്റ് ചെയ്യാണ് റീൽസ് ആക്കിയിട്ട്. അതുപോലെ തന്നെ നോക്കൂ വിനീത് ശ്രീനിവാസന്റെ മുഖത്തേക്ക്, നോക്കൂ ധ്യാൻ ശ്രീനിവാസന്റെ മുഖത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യാപ്ഷൻ ഇട്ടിട്ട് അതിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതൊരു തെറ്റായ മാധ്യമ പ്രവർത്തനമാണ്. ഇത് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, ഇത് ജേർണലിസമാണ്. ഈ ജേർണലിസം നമ്മൾ ശരിക്കും ഉപേക്ഷിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യാത്തത്, ജനങ്ങൾ നിങ്ങളെ ഉണ്ടല്ലോ കണ്ടം വഴി ഓടിക്കാത്തത്, മടല് കയറി അടിക്കാത്തത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ആ സമയത്തിലേക്ക്, അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ ഉടനെ തന്നെ മാറും. ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധി ഇല്ലേ? അവിടെ നിൽക്കുന്ന എത്ര ആളുകളാണ് പറയുന്നത് നിങ്ങൾ മാറി നിൽക്ക് എന്നൊക്കെ അവരുടെ ബന്ധുക്കൾ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം പല വീഡിയോകളിലും. ഇല്ല ഞങ്ങൾ മാറൂല എന്നൊരു രീതിയിൽ ശബ്ദമെടുത്ത് അവിടെ നിൽക്കുകയാണ്. അവർക്കൊന്ന് മനസ്സോടൊന്ന് കരയാൻ ഒരു എന്താ പറയാ, ഒരു പ്രൈവസി അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രൈവസി കൊടുക്കുന്നില്ല. കരയുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മാപ്രകൾ. എപ്പൊ കരയും? അതുകൊണ്ട് കുറെ യൂട്യൂബേഴ്സ് ഇപ്പൊ കരയും എന്ന് നോക്കിക്കൊണ്ട് കരയുന്നത് ആദ്യം തന്നെ പിടിക്കണേ, എന്നിട്ട് ആദ്യം തന്നെ കൊടുക്കണം, എന്നാലേ ശരിയാവുള്ളൂ. പക്ഷെ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിപ്പോ ഈ പറയുന്ന അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകൾ മനുഷ്യർക്ക് പോലും വിളിക്കാൻ കഴിയില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ, ഇത്തരം മരണങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ധ്യാൻ ശ്രീനിവാസനും അവിടെ ഇറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളൊക്കെ പോ എന്ന് പറയോ? ഇല്ല, പറയില്ല. അങ്ങനെ പറയണമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അവർ ചെയ്യില്ല. അപ്പോ അതുകൊണ്ട് കുറച്ചൊക്കെ മര്യാദയും അതുപോലെ തന്നെ ചില വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു വിഷയങ്ങളിലൊക്കെ ഒരു ബോധ്യം നമ്മുടെ മാധ്യമങ്ങൾക്ക് വരേണ്ടിയിരിക്കുന്നു. ഈ സെൽഫി എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളും. രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല വാർത്ത, ഇങ്ങനെയല്ല വാർത്ത, ഇത് കാണാനല്ല ജനങ്ങൾ ഇരിക്കുന്നത്. ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളോട് തോന്നുന്നത് ഒരു താല്പര്യക്കുറവും വിമർശനവുമാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ദൂരദർശനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തനം മരിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. ഇന്ന് മാധ്യമപ്രവർത്തനത്തെ കച്ചവടമാക്കി എങ്ങനെ ഇഞ്ചിഞ്ചാക്കി കൊല്ലാൻ പറ്റും എന്ന് ചിന്തിച്ച് മാർക്കറേറ്റ് ഉയർത്തുന്ന ഒരു വിഭാഗം വലിയ ആളുകളുടെ ഒരു ആവേശ കമ്മിറ്റിയുടെ ഒരു സംഘത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവരെ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ വിളിക്കണോ വിളിക്കണ്ടയോ എന്നൊക്കെയുള്ള കാര്യമൊക്കെ എന്തായാലും അത് ജനങ്ങൾക്ക് വിട്ടുതരികയാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.